ഇന്ന് പാക പ്രശ്നമായിട്ടോ. പള്ളികളിൽ ജുമാ നിസ്കരിക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. നോമ്പ് ഉറപ്പിക്കുന്നിടത്ത് ആളില്ല. നിസ്കാരങ്ങൾക്ക് പള്ളികളിൽ ആളില്ല. മുസ്ലിമീങ്ങൾ ഭയങ്കര പ്രശ്നത്തിലായി. ഇസ്ലാം ആകെ പ്രശ്നത്തിലായി. ഇനി എന്താ ചെയ്യാ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നോമ്പെടുത്തിട്ട് എല്ലാ മുസ്ലിമീങ്ങളും ഹോസ്പിറ്റലിലാണ്. ആംബുലൻസ് തികയുന്നില്ല കൊണ്ടുപോകാൻ. ഹോസ്പിറ്റലിൽ ബെഡ് മതിയാകാതെ വരികയാണ്. ഡോക്ടർമാരില്ല ചികിത്സിക്കാൻ. കാരണം ലക്ഷക്കണക്കിന് ആളുകള്, കോടിക്കണക്കിന് ആളുകളല്ലേ നോമ്പെടുക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആകെ പ്രശ്നമാണ്. എന്റെ കോയാ, എത്ര കാലായി പണിയെടുക്കൽ തുടങ്ങിയിട്ട്. നിസ്കാരത്തെക്കുറിച്ച്, വാങ്കിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് ഈ ഡ്രാമ കോയാ കോളിംഗ് ഉണ്ടല്ലോ, അത് വേണ്ട. അത് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കുട്ടി കോയന്റെ ഈ സംസാരം കേട്ടിട്ട് മാറി ചിന്തിച്ചതായിട്ട് ഒന്ന് ഔദ്യോഗികമായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഒരൊറ്റ കുട്ടി മാറി ചിന്തിച്ചതായിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്റെ കോയാ, എത്ര കാലായി ഈ പണിയെടുക്കൽ തുടങ്ങിയിട്ട്. ഒരു ഡോക്ടറെ ഔദ്യോഗികമായ റിപ്പോർട്ട്, നോമ്പെടുത്താൽ ഹാർട്ട് അറ്റാക്ക് വരും, ശരീരത്തിന് പ്രതികൂലമായി പ്രശ്നം വരും എന്നത് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ഔദ്യോഗികമായ ഡോക്ടർ റിപ്പോർട്ട്. പക്ഷെ എന്ത് കഷ്ടാണ് കോയാ. ഇന്നത്തെ കാര്യം കേൾക്കണോ? പള്ളിയിൽ ചവിട്ടാൻ സ്ഥലമല്ല, കാലുകുത്താൻ സ്ഥലമല്ല. നോമ്പുറപ്പിക്കുന്നിടത്ത് ഇരിക്കാൻ പോലും സീറ്റില്ല. അത്രയും ജനങ്ങളാണ്. ഇവരൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടേ പള്ളിയിൽ അങ്ങോട്ട് വരികയെന്നേ. ഹാർട്ട് അറ്റാക്ക് തന്നെ. ഇത് പറഞ്ഞിട്ട് ഏൽക്കാത്തത് കൊണ്ട് കോയക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കോയ അങ്ങോട്ട് അടിച്ചു വിടുകയാണ്. എന്താ ചെയ്യാ എൻ്റെ കോയ, ഒരു ദുർവിധി. ഇത് കേട്ടിട്ട് കുറെ കമന്റ് തൊഴിലാളികളുണ്ട്. നിങ്ങളോടും കൂടിയാ പറയുന്നത്. നോമ്പെടുത്തിട്ട് ഹാർട്ട് അറ്റാക്ക് വരുമെന്നത് ഒരു ഡോക്ടറെ ഔദ്യോഗിക റിപ്പോർട്ട് നിങ്ങൾ കാണിച്ചു തരും. അതിനുണ്ടെങ്കിൽ നിങ്ങൾ വാ, എന്നിട്ട് കമന്റ് ബോക്സിൽ വാ.